നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സ്വർണവും പണവും കവർന്ന ഹോം നഴ്സ് പിടിയിൽ. അഞ്ചൽ സ്വദേശി സബീനയാണ് അറസ്റ്റിലായത്. തേവലക്കരയിലെ വീട്ടിൽ ഹോം നഴ്സായി ജോലി ചെയ്തു വരുമ്പോഴാണ് പണവും സ്വർണവും അപഹരിച്ചത്. ഇസ്രയേലിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടി. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജിൻസ് ചവറ പോലീസിന്റെ പിടിയിൽ. കൊല്ലം ജില്ലയിൽ 20-ലേറെ പേർ തട്ടിപ്പിന് ഇരയായെന്ന് പോലീസ്. അഞ്ചൽ ഈട്ടിമൂട് ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായകൾ സമീപവാസികൾക്ക് ഭീഷണിയാകുന്നു. ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയില്ല. 30-ൽ-അധികം നായകളെയാണ് ഇവിടെ വളർത്തുന്നത്. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണം. കടകൾ ഭാഗികമായി പൊളിച്ചു നീക്കുന്നത് വൈകുന്നു. ജൂലൈ 5-ന് മുൻപ് കടകൾ സ്വന്തമായി പൊളിക്കാമെന്ന വ്യാപാരികളുടെ തീരുമാനം നടപ്പായില്ല. വിശദമായ വാർത്തകളിലേക്ക്. സ്വർണവും പണവും കവർന്ന ഹോം നഴ്സ് പിടിയിൽ. അഞ്ചൽ സ്വദേശി സബീനയാണ് അറസ്റ്റിലായത്. തേവലക്കരയിലെ വീട്ടിൽ ഇവർ ഹോം നഴ്സായി ജോലി ചെയ്തു വരുമ്പോഴാണ് പണവും സ്വർണവും അപഹരിച്ചത്. അഞ്ചൽ വിളക്കുപാറ ഷാജി മൻസിലിൽ 39-കാരിയായ സബീനയാണ് പിടിയിലായത്. രോഗിയെ പരിചരിക്കാനെത്തിയ ഇവർ സ്വർണവും 10,000 സൗദി റിയാലും കവരുകയായിരുന്നു. തേവലക്കര പഞ്ചായത്ത് അംഗം അനസ് യൂസഫിന്റെ മുള്ളിക്കാല മറവരയ്യത്ത് വീട്ടിൽ ഇദ്ദേഹത്തിന്റെ അമ്മയെ പരിചരിക്കാനെത്തിയതായിരുന്നു ഇവർ. 8 മാസത്തിലേറെയായി ഇവിടെ ജോലി ചെയ്തു. ഇതിനിടെ കഴിഞ്ഞ ഫെബ്രുവരി 3-ന് സ്വർണവും ജൂണിൽ റിയാലും മോഷ്ടിക്കുകയായിരുന്നു. അനസിന്റെ സഹോദരന്റെ കുഞ്ഞിന്റെ 1/4 പവൻ സ്വർണമാല, 2 ഗ്രാം മോതിരം എന്നിവയാണ് ആദ്യം മോഷ്ടിച്ചത്. എന്നാൽ വീട്ടുകാർ ഇവരെ സംശയിച്ചില്ല. പിന്നീട് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10,000 റിയാൽ മോഷണം പോയതോടെയാണ് തെക്കുംഭാഗം പോലീസിൽ പരാതി നൽകിയത്. ഇവർ ജോലി നോക്കി വരുന്നതിനിടെ പോലീസ് രഹസ്യമായി അന്വേഷണം നടത്തുകയായിരുന്നു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് വെറുതെ ഒരു സ്ത്രീ അങ്ങനെ പിടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അന്വേഷിച്ചു. അങ്ങനെ ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീക്ക് ഇരവിപുരം പോലീസ് സ്റ്റേഷനിലും പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലും സമാനമായ കേസ് ഇങ്ങനെ സർവൻ്റായിട്ട് നിന്ന് മോഷണം നടത്തിയ കേസുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ആ സ്ത്രീയെക്കുറിച്ച് കൂടുതലായിട്ട് അവരുടെ CDRകളും മറ്റും പരിശോധിച്ചു. അതുപോലെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ആ ബാങ്കിൽ അവർക്ക് നേരത്തെയുള്ള എമൗണ്ടിന് അല്ലാത്ത രീതിയിൽ ക്രമരഹിതമായി കൂടുതൽ കാശുകൾ വന്നതായിട്ട് കണ്ടു. അങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തപ്പോൾ മനസ്സിലായി അവർക്ക് മറ്റു വരുമാന മാർഗ്ഗമൊന്നുമില്ല. പക്ഷേ അപ്പോൾ അവർക്ക് കൂടുതൽ കാശ് വരാനുള്ള സാധ്യത ഈ മോഷണത്തിൽ നിന്നാണ് മനസ്സിലായതിനു ശേഷം അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിൽ പരാതി സമ്മതിച്ചില്ലെങ്കിലും ഈ എവിഡൻസുകൾ നിരത്തിയപ്പോൾ അവർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു. അവർ അഞ്ചൽ ഏരിയയിലുള്ള ഒരു ഭാഗത്ത് അവർ ഇങ്ങനെ സ്വർണം പണയം വെച്ചതായിട്ട് പറഞ്ഞു. അങ്ങനെ അത് പോയി. അങ്ങനെ സ്വർണം റിക്കവർ ചെയ്തു. അതുപോലെ അതിനടുത്ത് തന്നെ ഒരു അഞ്ചലുള്ളൊരു ഭാഗത്ത് ഒരാളെ കൊണ്ട് ഈ റിയാൽ മാറ്റി കാശാക്കി അങ്ങനെ അവിടെ പോയിരുന്നു. അപ്പോൾ റിയാൽ അവർ ചെലവഴിച്ചിട്ടുണ്ട്. അത് റിക്കവറി എവിടെയാണെന്ന് വെച്ചാൽ അത് കണ്ട് റിക്കവർ ചെയ്യുന്നതാണ്. അങ്ങനെ അവരെ അഞ്ചൽ ഏരൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്ന സ്വർണവും യുവാവിന്റെ സഹായത്തോടെ മാറിയെടുത്ത റിയാലും കണ്ടെത്തി. ഏജൻസി വഴിയാണ് ഇവർ തേവലക്കരയിലെ വീട്ടിൽ ജോലിക്കെത്തിയത്. പരവൂർ, ഇരവിപുരം എന്നിവിടങ്ങളിലും സബീനയ്ക്കെതിരെ മോഷണ കേസ് നിലവിലുണ്ട്. SHO S ശ്രീകുമാർ, SI എൽനിയാസ്, TPOമാരായ വിനീഷ്, അൻസിഫ്, ലതിക, ആര്യ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തെക്കുംഭാഗം പോലീസ് ഇവരുമായി അഞ്ചലിലെത്തി തെളിവെടുപ്പ് നടത്തി. തുടർന്ന് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അംഗനവാടി കെട്ടിടത്തിന് ശിലയിട്ടു. പത്തനാപുരം പുന്നല 172-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിനാണ് ശിലയിട്ടത്. മന്ത്രി KB ഗണേഷ് കുമാർ ശിലാസ്ഥാപനം നിർവഹിച്ചു. പത്തനാപുരം പുന്നല നെല്ലിമുരുപ്പ് 172-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിനാണ് ശിലയിട്ടത്. ശിലാസ്ഥാപനം മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. പരമാവധി ആളുകൾക്ക് പട്ടയം കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി അതിന് തയ്യാറായി. കമോഞ്ചേരി പട്ടയം റെഡിയായി.
കമുഞ്ചേരി തലൂർ പഞ്ചായത്ത് റെഡിയായി, ഇനി പിറവന്തു പഞ്ചായത്തിലാണ് കുറച്ച് റെഡിയാവാനുള്ള കുറേ പട്ടയങ്ങൾ റെഡിയായിട്ടുണ്ട്. ചിലരെ രേഖകൾ കിട്ടാനുണ്ട്, അതെല്ലാം ഇപ്പോൾ കിട്ടും. അതൊരു വലിയ പ്രശ്നമായിരുന്നു. അതുപോലെ ഈ കിഴക്കൻ മേഖലയിലുള്ള വനഭൂമി പട്ടയം അതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. ഇവിടുന്ന് എല്ലാം നമ്മൾ സർവേ ചെയ്ത് അയച്ചു. അപ്പോൾ അവർ ചില തിരുത്തൽ പറഞ്ഞു, ആ തിരുത്തൽ വീണ്ടും കൊടുത്തിരുന്നു. 10,000-2000 പട്ടയം ആ വകയിൽ വരും. ഈ കനാൽ പുറമ്പോക്കിൽ തന്നെ ഒരു 10,700 പട്ടയമാണ് നമുക്ക് വനഭൂമി അല്ലാത്ത പ്രദേശങ്ങൾ നമുക്ക് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഇറിഗേഷൻകാർ വന്നിട്ട് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി അത് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം സ്ഥലം സന്ദർശിച്ചുകൊണ്ട് തീരുമാനമെടുക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സോമരാജൻ, പുന്നല ഉല്ലാസ് കുമാർ, ഗീതമണി, RJN, മഞ്ജുടി നായർ, ഷീല പ്രകാശ്, റഷീജ അമ്മാൾ, രാമചന്ദ്രൻ നായർ, ബിജു തുണ്ടിൽ, കെ മണികുമാർ, ബി ചന്ദ്രകുമാർ, ലതാ സോമരാജൻ, സുധർമിണി, സോഫി നിസാർ, ദിനേശൻ വടക്കേക്കാലായിൽ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ ഇവിടെ പറവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടാമത്തെ അംഗനവാടി പുതിയതായിട്ട് ഇപ്പോൾ തറക്കല്ലിടുകയും മറ്റൊന്ന് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൂന്നാമത്തെ ഒന്ന് വൻവെള്ളൽ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. കടശ്ശേരിയിലെ ഇപ്പം നിർമ്മാണം വളരെ പുരോഗമിച്ചു വരികയാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉദ്ഘാടനം ഇപ്പോൾ നടത്തിയിട്ടാണ് വന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ബിനു അനുസ്മരണം അടൂരിൽ സംഘടിപ്പിച്ചു. കുടുംബ സഹായ നിധിയുടെ രൂപീകരണവും നടത്തി. സഹായ നിധിയിലേക്ക് KC വേണുഗോപാൽ MP 1 മാസത്തെ ശമ്പളം സംഭാവന നൽകി. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ബിനുവിന്റെ അനുസ്മരണമാണ് അടൂരിൽ സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം ബിനുവിന്റെ കുടുംബസഹായ നിധി രൂപീകരണവും നടത്തി. അനുസ്മരണ സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. തന്റെ 1 മാസത്തെ ശമ്പളം ബിനു കുടുംബസഹായ നിധിയിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്തു. അച്ഛൻ ഒരു ഭാര്യ ഷനിക്ക് മയക്കുകൊടുത്തു. അവിടെ പാർട്ടിയോടുള്ള ഒരു കുടുംബത്തിൻ്റെ സ്നേഹം മുഴുവൻ, തൻ്റെ ഭർത്താവിൻ്റെ പാർട്ടി സ്നേഹം മുഴുവൻ ഭർത്താവില്ലാത്തപ്പോൾ ഏറ്റെടുത്ത് ഈ പാർട്ടിക്ക് വേണ്ടി കൈമാറിയ ഷൈനയെ കുറിച്ച് അഭിമാനിക്കാനാണ് തോന്നുന്നത്. അതൊരു അപൂർവമായിട്ടുള്ള അംഗീകാരമാണ് പാർട്ടിക്ക് ഷൈന നൽകിയിരിക്കുന്നത് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുകയും അതിൽ അഭിമാനം കൊള്ളുകയുമാണ്. കാരണം തന്റെ ഏറ്റവും കൂടുതൽ പ്രിയതം മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളുടെ മത്സ്യപ്പിടിച്ച സ്വന്തം പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ഓർക്കുക എന്ന് പറയുന്നത് അത് ഈ പാർട്ടികളുടെ ഏറ്റവും വിലപ്പെട്ട അംഗീകാരമായി മാറും എന്നുള്ളതിൽ സംശയമില്ല. രാഷ്ട്രീയ പ്രവർത്തകർക്കും അവരുടെ കുടുംബത്തിനും മാത്രമേ അറിയുള്ളൂ ഓരോ ദിവസവും കടന്നു പോകുന്ന ചുറ്റുപാടുകൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അപ്പോൾ അത് നേരിടാനുള്ള അവസരങ്ങൾ. പക്ഷെ നമ്മളെല്ലാവരും നേരിടുന്നുണ്ട്. രാഹുൽ പവൻ ആ നേരിടുന്നതിനിടയിൽ ആരോഗ്യം കൂടി ഇല്ലാതാവുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായ വെല്ലുവിളികൾ നേരിട്ട് പോകാറുള്ളത്. മനസ്സൊരിക്കലും വഴങ്ങില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. മനസ്സ് രാഷ്ട്രീയത്തിൽ നിൽക്കും. പക്ഷെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നാൽ ശരീരത്തെ അനുവദിക്കുകയില്ല. KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു അധ്യക്ഷത വഹിച്ചു. MP-മാരായ കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, MLA-മാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, UDF കൺവീനർ അടൂർ പ്രകാശ് MP, ഡോക്ടർ VK അറിവഴകൻ, MM നസീർ, സതീഷ് കൊച്ചുപറമ്പിൽ, പന്തളം സുധാകരൻ, KP ശ്രീകുമാർ, ശിവദാസൻ നായർ, അഡ്വക്കേറ്റ് ബിജു വർഗീസ്, വെട്ടൂർ ജ്യോതി പ്രസാദ്, മാലേത്ത് സർലാദേവി, രജനി പ്രദീപ, സിന്ധു അനിൽ, തോപ്പിൽ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടൂർ. കായകൽപ്പ പുരസ്കാരം നേടി പുനലൂർ താലൂക്ക് ആശുപത്രി. 91% മാർക്ക് നേടിയാണ് പുരസ്കാരത്തിന് അർഹമായത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരവും 8 തവണ ആശുപത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. 91% മാർക്ക് നേടിയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി പുരസ്കാരത്തിന് അർഹമായത്. 2017-ലും 2021-ലും ആശുപത്രിക്ക് 1ാം സ്ഥാനം ലഭിച്ചിരുന്നു. ഇത്തവണ 2ാം സ്ഥാനമാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരം 8 തവണ ലഭിച്ചിട്ടുണ്ട്. പ്രതിദിനം ശരാശരി 18,000-ഓളം ആളുകൾ വന്നുപോകുന്ന ആശുപത്രിയിൽ 2,500-ഓളം രോഗികൾ OP വിഭാഗത്തിലും 1,200-ഓളം രോഗികൾ IP വിഭാഗത്തിലും ചികിത്സ തേടുന്നു. കാർഡിയോളജി ഉൾപ്പെടെ 4 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും 14 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഏക താലൂക്ക് ആശുപത്രിയാണിത്. ശസ്ത്രക്രിയാ തിയേറ്ററുകളെല്ലാം റോബോട്ടുകളെ ഉപയോഗിച്ച് ദിവസവും ശുചീകരിക്കുന്നു. മറ്റ് അനേകം ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ സൗകര്യങ്ങളും രോഗികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് താലൂക്ക് തല ആശുപത്രിക്ക് അനുവദിച്ചിട്ടുള്ള ജീവനക്കാരെ ഇപ്പോഴും ആശുപത്രിയിലുള്ളൂ. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
അപൂർവ രോഗങ്ങൾ കണ്ടെത്താനും പ്രതിരോധിക്കാനും അഡ്വാൻസ്ഡ് വൈറോളജി ബയോടെക്നോളജി മേഖലയിൽ കൂടുതൽ സ്ഥാപനങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. എഴുകോൺ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചീരങ്കാവിൽ ആരംഭിച്ച രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പുതിയ മെഡിക്കൽ ലാബ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബയോടെക്നോളജി ഗവേഷണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ രാജീവ് ഗാന്ധി ബയോടെക്നോളജി കേന്ദ്രത്തിന്റെ കൂടുതൽ ലാബുകൾ ജില്ലയിൽ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എഴുകോൺ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ചീരങ്കാവിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പുതിയ മെഡിക്കൽ ലാബ് ഉദ്ഘാടനം ചെയ്തത്. മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ബയോടെക്നോളജി ഗവേഷണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ രാജീവ് ഗാന്ധി ബയോടെക്നോളജി കേന്ദ്രത്തിന്റെ കൂടുതൽ ലാബുകൾ ജില്ലയിൽ ആരംഭിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ആരംഭിച്ച ഒരു സ്ഥാപനമായിരുന്നു. പിന്നീട് 2006-2011 ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് കേന്ദ്ര ഗവൺമെന്റിന് കൈമാറാൻ തീരുമാനിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് കൂടി ആവശ്യപ്പെട്ടു. കാരണം വളരെ നല്ല പെർഫോമൻസ്. കൊടിക്കുന്നിൽ സുരേഷ് എം.പി അധ്യക്ഷത വഹിച്ചു. ഇവിടെ നമുക്കിപ്പോ കൊട്ടാരക്കര തന്നെ NSSന്റെ ഒരു നാഷണൽ സർവീസ് സൊസൈറ്റിയുടെ താലൂക്കുടിയുടെ ഒരു റൂം ഒരു കളക്ഷൻ സെന്ററിന് വേണ്ടി അവർ തന്നിട്ടുണ്ട്. അവിടെ അത് സ്ഥാപിക്കുകയാണ്. അവിടെ കളക്ഷൻ അവിടെ നിന്ന് ബ്ലഡുകൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ എത്തിച്ച് റിസൾട്ട് തരണം. അതുപോലെ നമ്മൾ എഴുകോൺ ആശുപത്രി ESI ചോദിച്ചിട്ടുണ്ട്. അവർ അതിനും മുകളിലോട്ട് അയച്ചിരിക്കുകയാണ്. ഒരു കളക്ഷൻ സെന്ററിന് വേണ്ടി നമ്മുടെ ESI ഹോസ്പിറ്റലിൽ ചോദിച്ചിട്ടുണ്ട്. അവരുടെ ഡയറക്ടറേറ്റിൽ അയച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കളക്ഷൻ സെന്റർ തരാൻ ബുദ്ധിമുട്ട് വരില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഡയറക്ടർ പ്രൊഫസർ ചന്ദ്രഭാസ് നാരായണ മുഖ്യപ്രഭാഷണം നടത്തി. എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം, വൈസ് പ്രസിഡന്റ് വി സുഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ SH കനകദാസ്, മിനി അനിൽ, BJP ജില്ലാ പ്രസിഡന്റ് രാജി പ്രസാദ്, DCC ജനറൽ സെക്രട്ടറി സവിൻ സത്യൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്നേഹജ ഗ്ലോറി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. BJPയുടെ നേതൃത്വത്തിൽ കായംകുളം കൃഷ്ണപുരത്ത് ധർണ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നും അനർഹരെ നിയമിച്ച അംഗനവാടി വർക്കർമാരുടെ നിയമനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ധർണ സംഘടിപ്പിച്ചത്. BJP നേതാക്കൾക്കെതിരെ കള്ളക്കേസ് നൽകിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശിയുടെ രാജി ആവശ്യപ്പെട്ടും അനർഹരെ നിയമിച്ച അംഗനവാടി വർക്കർമാരുടെ നിയമനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസിന്റെ വ്യാജ പ്രചാരണങ്ങളിൽ പ്രതിഷേധിച്ചുമാണ് BJP കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം സംഘടിപ്പിച്ച ധർണ BJP സംസ്ഥാന സമിതി അംഗം പാറയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യമാണ് ഞങ്ങൾക്ക് വലുത്. കോൺഗ്രസുകാരൻ ഇവിടെ വന്ന് പിച്ചും പേയും പറഞ്ഞു വിചാരിച്ച് ഇവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനം ഇവിടെ നിർത്തിപ്പോകും, അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താമെന്ന് കോൺഗ്രസുകാരെ ധരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ കൂടെ ഒരു സൂചന പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇത് തുടരും. ഞങ്ങൾക്കറിയാം കോൺഗ്രസിന് യോഗം വെക്കട്ടെ, അതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ കോൺഗ്രസിന്റെ ഈ NWയുടെയും കോൺഗ്രസിന്റെ കൊള്ളരുതായ്മയെ പറ്റിയും രൂക്ഷമായി വിമർശിച്ച് സംസാരിക്കുവാൻ യഥാർത്ഥ കാര്യം അവർ കള്ളത്തരമാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥ വസ്തുത നിരത്തുവാൻ ഞങ്ങൾക്ക് കഴിയും. അതിന് ഞങ്ങളെ കൊണ്ട് തയ്യാറാകാതിരിക്കുവാനുള്ള പരിശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത് എന്നാണ് കോൺഗ്രസുകാരോട് എനിക്ക് സൂചിപ്പിക്കാൻ. ശരത് കുമാർ പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. മഠത്തിൽ ബിജു മുഖ്യപ്രസംഗം നടത്തി. മോനിഷ, അജിത്ത്, ജെ മുരളീധരൻ, രജനി, SBG, സുമാ രമേശ്, പ്രശാന്ത്, ചിങ്ങോലി ഷാജി, SK രാജൻ, ശ്രീലത ജ്യോതികുമാർ, സായി, മണികണ്ഠൻ, ബിനു, മഹേശ്വര പ്രസാദ്, വി രാജൻ, ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ലോക ജനസംഖ്യാ ദിനത്തിൽ മാതൃകാ സെൻസസ് നടത്തി അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ. സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്കൂളിന് സമീപത്തുള്ള 30 വീടുകൾ സന്ദർശിച്ചാണ് മാതൃകാ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയത്. എത്ര പേരുണ്ട് വീട്ടിൽ മൊത്തം? 5 പേര്. എത്ര ആണുങ്ങളാ? 2 ആണ്, 3 പെണ്ണും. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ലോക ജനസംഖ്യാ ദിനത്തിൽ മാതൃകാ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയത്. 2011 അവസാന സെൻസസ് നടന്നത്. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് സെൻസസ് നടപടിക്രമങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ അനുഭവമില്ല. ജനസംഖ്യാ കണക്കെടുപ്പിൽ ആവശ്യമറിയേണ്ട വസ്തുതകൾ ഉൾക്കൊള്ളിച്ച ചോദ്യാവലി തയ്യാറാക്കിയാണ് വിദ്യാർത്ഥികൾ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയത്. വീട്ടുകാരിൽ നിന്നും ചോദിച്ചറിഞ്ഞ വിവരങ്ങൾ ഫോമിൽ രേഖപ്പെടുത്തി വിശകലനം ചെയ്ത റിപ്പോർട്ട് തയ്യാറാക്കി. അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു സെൻസസ് നടത്തിയത്. സ്കൂൾ പ്രഥമാധ്യാപിക സ്മിത, PTA എക്സിക്യൂട്ടീവ് അംഗം മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. സോഷ്യൽ സയൻസ് ക്ലബ്ബ് കൺവീനർമാരായ
KS ധന്യ, കലമോൾ, ക്ലബ് അംഗങ്ങളായ പ്രിയദർശിനി, ഹരീഷ് മാമധു, രുദ്രാണി, ശ്രേയസ്, സഹസ്രകിരൺ, ജ്യോതിലക്ഷ്മി, നന്ദന എന്നിവർ പങ്കെടുത്തു. 1987 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ ഓർമ്മയ്ക്കായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു തുടങ്ങുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടേതാണ്. ഏറ്റവും വലുത് എന്ന് അഭിമാനമായി തോന്നാമെങ്കിലും ഇത് ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം നമുക്കറിയാം, ഭക്ഷണം, പാർപ്പിടം, ശുദ്ധജലം ഇവയൊക്കെ ലഭ്യമാക്കണം. ഇവയെല്ലാം അവരുടെ തൊഴിൽ ശക്തി ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയും. എങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് ഏറ്റവും അനുയോജ്യം ജനസംഖ്യ നിയന്ത്രിക്കുന്നത് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. അഞ്ചൽ ഈട്ടിമൂട് ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായകൾ സമീപവാസികൾക്ക് ഭീഷണിയാകുന്നു. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 30-ൽ അധികം നായകളെയാണ് ഇവിടെ വളർത്തുന്നത്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ നായകൾ ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഈ അയലത്തുള്ളവരെങ്ങനെ കഴിയുന്നുണ്ടോ, ഭയങ്കര കഷ്ടമാണ്. അവർ വളർത്തുന്നെങ്കിൽ കൂട്ടിലിട്ട് പുറത്തോട്ടിറങ്ങാതെ കൂട്ടിലിട്ട് വളർത്തണം, ആൾക്കാർക്ക് ശല്യമാവാതെ. ആർക്കും തന്നെ സ്വൈര്യമായി ഈ വീടിന് മുന്നിലുള്ള റോഡിലൂടെ നടന്നു പോകാൻ കഴിയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ വീട്ടിൽ വളർത്തുന്നത് 30-ലധികം നായകളെയാണ്. ഈ നായകൾ കുട്ടികളെ ഉൾപ്പെടെ ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇന്നലെ അവിടെ നിന്ന് നടന്നിങ്ങോട്ട് വരുമായിരുന്നു. വന്നപ്പോൾ പെട്ടെന്ന് പട്ടികൾ 4 എണ്ണം കടിക്കാനായിട്ട് പിറകെ ഓടി. പേടിച്ച് വേറൊരു വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ടാണ് കയറിയത്. അവിടെ ആളുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് പെട്ടെന്ന് അവർ ഇറങ്ങി വന്ന് അവർ പട്ടിയെ തിരിച്ച് ഓട്ടിച്ച് അതങ്ങ് പോയി. ഇല്ലായിരുന്നെങ്കിൽ ആ പട്ടികൾ അവിടെ ഇട്ട് കടിച്ച് തന്നെ ഇതിനോട് കാണാൻ പറ്റത്തില്ലായിരുന്നു. 4 പട്ടികളുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഓടി വന്നത്. നായകളെ മാറ്റാൻ നടപടി സ്വീകരിക്കാനായി അധികൃതരുടെ വാതിലുകൾ നിരവധി തവണ നാട്ടുകാർ മുട്ടിയെങ്കിലും ഇതുവരെയും ഒന്നും തന്നെ സംഭവിച്ചില്ല. ഒന്നിച്ചാ വരുന്നത്. ഒരെണ്ണം ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് പിന്നും പേടിയാത്ത 4-5 ഒന്നിച്ച് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും നമ്മൾ ഒരുപാട് സ്ഥലത്ത് പരാതി കൊടുത്ത്, കളക്ടറേറ്റിൽ കൊടുത്ത്, മൃഗസംരക്ഷണ വകുപ്പിൽ കൊടുത്ത്, പിന്നെ പഞ്ചായത്ത് കൊടുത്ത്, പോലീസിൽ കൊടുത്ത്, എല്ലാം കൊടുത്ത്. ആരുടെയും ഒരു ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം യുവതിയെയും വിദ്യാർത്ഥികളെ ഉൾപ്പെടെയുള്ളവരെയും വളർത്തുനായകൾ ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിച്ച സംഭവവുമുണ്ട്. 50-100 പട്ടിയുണ്ട്. എല്ലാ പട്ടികളും ഈ റോഡിൽ തന്നെയാണ് കിടത്തയും എല്ലാം. ഇവനെ ഈ ഇടയ്ക്ക് പട്ടി ഓടിച്ച് അടുത്ത വീട്ടിൽ ഓടിക്കറിയില്ലേ, ആ വീടായിരുന്ന ഭാഗ്യമായി. അത് കഴിഞ്ഞ് ഇവന് കടയിൽ പോയ വഴിക്ക് ഇവനെ പട്ടി ഓടിച്ചു. എന്നെ കടിക്കാൻ ഓടിച്ച് ഞാൻ കല്ല് പറക്കി എറിഞ്ഞ് ആണ് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ എൻ്റെ വൈഫ് ജോലിക്ക് പോയപ്പോഴത്തേക്ക് അവളെയും പട്ടി ഓടിച്ചു. അങ്ങനെ അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു തീരുമാനം പഞ്ചായത്ത് നിന്നാലും എവിടെ നിന്നാലും എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാവണം. സംഭവത്തിൽ പരാതിയുമായി വരുന്നവരെ നായയുടെ ഉടമ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇപ്പം വളരെ ശല്യം കൂടുതലാണ്. ഒരു 10-20 പട്ടിയെങ്കിലും ഉണ്ട്. ഞങ്ങൾക്ക് ഇതുവഴി നടക്കാൻ പറ്റത്തില്ല. ആളുടെ ചീത്തവിളി ഞങ്ങൾ സഹിക്കണം. ഇവിടുന്ന് ഒരു 10-20 വീട്ടുകാരെങ്കിലും ഈ ഭാഗത്തുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ശല്യമാണ് ഈ പട്ടികളെ കൊണ്ട്. ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല. സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ പട്ടി ഓട്ടിക്കും. ഇന്നലെ ഒരു ചേച്ചി ഇവിടെ പട്ടി ഓട്ടിച്ച്, എൻ്റെ ഉമ്മായെ പട്ടി ഓട്ടിച്ച്. ഭയങ്കര ശല്യമാണ്. ഇയാൾക്കെതിരെ നാട്ടുകാർ നൽകിയ പരാതി അന്വേഷിക്കാൻ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഇവരെ കയ്യേറ്റം ചെയ്ത സംഭവവും ഉണ്ടായി. തുടർന്ന് അറസ്റ്റും പിന്നീട് റിമാൻഡിലുമായി ഇയാൾ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. നായകളും നായയുടെ ഉടമയും പ്രദേശവാസികൾക്ക് നിത്യവും ശല്യമുണ്ടാക്കുന്നു എന്ന പരാതിയിൽ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പം ഇതിന് മേലധികാരികളോട് വിവരം നമ്മൾ പറഞ്ഞിട്ടും അവർക്കൊരു നടപടിയുമില്ല. അന്വേഷണത്തിന് ഇവിടെ വന്നു, കലക്ടറേറ്റ് കൊടുത്തിട്ട് അവർ അന്വേഷണത്തിന് വന്നു. പക്ഷേ അന്വേഷണത്തിന് വന്നിട്ട് പോയിട്ട് ആ പേപ്പർ എന്ത് ചെയ്യുന്നു പോലും നമുക്കറിയത്തില്ല. ഇവിടെ പിന്നെ ആരും വന്നുമില്ല. പട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അടുത്തത് വീണ്ടും പെറ്റത് ഇവിടെ കുറേ കുഞ്ഞുങ്ങളുമായിട്ട് കിടപ്പുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയാണ് നമുക്ക്. നാട്ടുകാർക്ക് ജീവിക്കണ്ടേ? ഈ ഒരൊറ്റ വീടേ ഉള്ളൂ. ആ ഒരു കൂട്ടരെ കൊണ്ടുള്ള ശല്യമാണ് ഈ പരിസരത്തുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പോലും മുറ്റത്തോട്ട് ഇറങ്ങാൻ മേലാത്ത അവസ്ഥയാണ്. കൂട്ടം കൂടി പട്ടികളെല്ലാം കൂടെ വരിക. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കായകൽപ്പ പുരസ്കാരം നേടി പുനലൂർ താലൂക്ക് ആശുപത്രി. 91% മാർക്ക് നേടിയാണ് പുരസ്കാരത്തിന് അർഹമായത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരവും 8 തവണ ആശുപത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. 91% മാർക്ക് നേടിയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി പുരസ്കാരത്തിന് അർഹമായത്. 2017-ലും 2021-ലും ആശുപത്രിക്ക് 1ാം സ്ഥാനം ലഭിച്ചിരുന്നു. ഇത്തവണ 2ാം സ്ഥാനമാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരം 8 തവണ ലഭിച്ചിട്ടുണ്ട്. പ്രതിദിനം ശരാശരി 18,000-ഓളം ആളുകൾ വന്നുപോകുന്ന ആശുപത്രിയിൽ 2,500-ഓളം രോഗികൾ OP വിഭാഗത്തിലും
1200ഓളം രോഗികൾ IP വിഭാഗത്തിലും ചികിത്സ തേടുന്നു. കാർഡിയോളജി ഉൾപ്പെടെ 4 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും 14 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഏക താലൂക്ക് ആശുപത്രിയാണിത്. ശസ്ത്രക്രിയ തിയേറ്ററുകളെല്ലാം റോബോട്ടുകളെ ഉപയോഗിച്ച് ദിവസവും ശുചീകരിക്കുന്നു. മറ്റ് അനേകം ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ സൗകര്യങ്ങളും രോഗികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് താലൂക്ക് തല ആശുപത്രിക്ക് അനുവദിച്ചിട്ടുള്ള ജീവനക്കാരെ ഇപ്പോഴും ആശുപത്രിയിലുള്ളൂ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണത്തിനായി കടകൾ ഭാഗികമായി പൊളിച്ചു നീക്കുന്നത് വൈകുന്നു. കടകൾ പൊളിച്ചു നീക്കാനെത്തിയ നഗരസഭാ അധികൃതരോട് ജൂലൈ 5-ന് മുൻപ് കടകൾ സ്വന്തമായി പൊളിക്കാമെന്നാണ് വ്യാപാരികൾ അറിയിച്ചത്. എന്നാൽ സമയം കഴിഞ്ഞിട്ടും കടകൾ പൊളിച്ചു നീക്കിയിട്ടില്ല. കടകൾ പൊളിച്ചു നീക്കാനെത്തിയ നഗരസഭാ അധികൃതരോട് ജൂലൈ 5-ന് മുമ്പ് കടകൾ സ്വന്തമായി പൊളിച്ചു നൽകാമെന്നാണ് കച്ചവടക്കാർ അറിയിച്ചത്. എന്നാൽ കടകൾ പൊളിച്ചു നൽകേണ്ട സമയം കഴിഞ്ഞിട്ടും ഇതുവരെയും കടകൾ പൊളിച്ചു നീക്കിയിട്ടില്ല. പുനലൂരുകാരുടെ സ്വപ്നമാണ് ശ്രീരാമപുരം മാർക്കറ്റ് നവീകരണം. നിരവധി ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് കടകൾ പൊളിച്ചു നീക്കാൻ തീരുമാനമായത്. എന്നാൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടും കടകൾ പൊളിച്ചു നീക്കാൻ അധികൃതർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. കച്ചവടക്കാർ ആവശ്യപ്പെടുന്ന രീതിയിൽ പുനരധിവസിപ്പിക്കാൻ ഇതുവരെയും നഗരസഭയ്ക്കും കഴിഞ്ഞിട്ടില്ല. കെട്ടിടം പൊളിക്കാനെത്തുന്ന നഗരസഭാ അധികൃതരെയും കരാറുകാരെയും കച്ചവടക്കാർ തടയുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. കച്ചവടക്കാരെ ബോധ്യപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് അധികാരികളുടെ വീഴ്ചയാണെന്ന ആക്ഷേപവുമുണ്ട്. കിഫ്ബി ഫണ്ട് 6.5 കോടി രൂപ വിനിയോഗിച്ചാണ് മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. കടകൾ സമയബന്ധിതമായി പൊളിച്ചു നീക്കിയാൽ മാത്രമേ പുനലൂരുകാരുടെ പുതിയ മാർക്കറ്റ് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിക്കൂ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 423 ലൈഫ് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും 14-ന് നടക്കും. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലാണ് വീടുകളുടെ താക്കോൽ കൈമാറുന്നത്. പുത്തൻതെരുവിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ പൂർത്തീകരണ പ്രഖ്യാപനം നടത്തും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ലൈഫ് മിഷന്റെ ഭാഗമായി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് 2020-25 കാലയളവിൽ 421 കുടുംബങ്ങൾക്കാണ് വീടുകൾ അനുവദിച്ച് പൂർത്തീകരിച്ചത്. 68 ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകി. 650-ലധികം കുടുംബങ്ങൾക്ക് വീടും 117 കുടുംബങ്ങൾക്ക് ഭൂമിയും വീടുമാണ് ലൈഫ് പദ്ധതിയിൽ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും നൽകിയത്. 423 ലൈഫ് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും ഗുണഭോക്തൃ സംഗമവുമാണ് ജൂലൈ 14-ന് ഉച്ചകഴിഞ്ഞ് 3:30-ന് പുത്തൻതെരുവ് ഫിസാക്ക ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഭവനരഹിതരും ഭൂരഹിതരുമായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും അടച്ചുറപ്പുള്ള വീടും അന്തസ്സാർന്ന ജീവിതവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് 2021-25 കാലഘട്ടത്തിൽ 423 കുടുംബങ്ങൾക്ക് വീട് ലഭ്യമാക്കുകയും അതുപോലെ തന്നെ 68 കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ആകെ 650 കുടുംബങ്ങൾക്ക് വീടും 117 കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ഒരു പദ്ധതിയിൽ ആകെ ചെലവായ തുക 22,29,28,977 രൂപ പഞ്ചായത്ത് ചെലവാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ആകെ നമ്മുടെ മുന്നിൽ കണ്ണീരോടെ വന്നു നിന്ന കുടുംബങ്ങൾക്ക് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു വീട് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഭരണസമിതി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ താക്കോൽ കൈമാറും. CR മഹേഷ് MLA അധ്യക്ഷത വഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം സ്വാഗതം പറയും. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ സുബോധ് S, ലൈഫ് മിഷൻ കോർഡിനേറ്റർ ബിനുകുമാർ V എന്നിവർ പങ്കെടുക്കും. 25-26 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഈ പദ്ധതി വിഹിതത്തിൻ്റെ മുഴുവൻ തുകയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിട്ടുള്ളത് ലൈഫിന് വേണ്ടിയാണ്. അങ്ങനെയാണ് ഈ നേട്ടം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും. ഈ നേട്ടം എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ത്രിതല പഞ്ചായത്തുകളുടെ വിഹിതങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വിഹിതങ്ങളും ഉൾപ്പെടെയുള്ള വിഹിതങ്ങൾ ഈ പറയപ്പെടുന്ന തരത്തിൽ 423 പേർക്ക് വീട് കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ഇപ്പോൾ നടപ്പാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്, അതിനകത്ത് വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഭൂമിയുള്ളവർക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഭൂമിയില്ലാത്ത 5 പേർ, അതിദരിദ്ര പട്ടികയിൽപ്പെട്ടിട്ടുള്ള 5 പേർക്ക് ഞങ്ങൾ വള്ളികുന്നം പഞ്ചായത്തിൽ ഭൂമി കണ്ടെത്തി. ആ ഭൂമി കണ്ടെത്തി അതിനകത്ത് വീട് വെച്ചു കൊടുക്കാൻ ആവശ്യമായ തരത്തിലുള്ള സംവിധാനം കൂടി ഞങ്ങളുടെ പഞ്ചായത്തിനെ പറ്റി ആലോചിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു. LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജീവനക്കാരെ സ്ഥലം മാറ്റിയതിലൂടെ പദ്ധതി പ്രവർത്തനങ്ങൾ താറുമാറായിരിക്കുകയാണെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കടക്കൽ കത്തിവെക്കുന്ന നടപടി സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്തിന്റെ LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റി മുൻ സാമ്പത്തിക വർഷത്തിലടക്കം പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കി. ഈ ഭരണസമിതിയുടെ അവസാനഘട്ടത്തിൽ പഞ്ചായത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കരുതെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ജീവനക്കാരെ സ്ഥലം മാറ്റിയതെന്നും അധികൃതർ ആരോപിച്ചു. ആലപ്പാട് പഞ്ചായത്ത് പോലെ ഒരു തീരദേശ മേഖലയെ അങ്ങേയറ്റം അവഗണിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സുനാമി ഉണ്ടായ ഒരു പ്രദേശം, വികസനം കയ്യെത്താ ദൂരത്ത് നിൽക്കുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തെ അങ്ങേയറ്റം അവഗണിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ LSGD വിഭാഗത്തിൽ, അതായത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ AE, ഓവർസിയർമാർ എല്ലാവരും സ്ഥലം മാറിപ്പോയി. പകരം ഈ സമയം വരെ ഒരു ജീവനക്കാരനെയോ മറ്റ് പോസ്റ്റിങ്ങോ ഒന്നും നടന്നിട്ടില്ല. 6 മാസം മുമ്പാണ് ഒരു ഓവർസിയർ സ്ഥലം മാറിപ്പോയത്. അത് കഴിഞ്ഞ് ഒരു ഓവർസിയർ ലീവിന് പോയി 3 മാസത്തേക്ക്. എഞ്ചിനീയർ സ്ഥലം മാറിപ്പോയി, പകരം പോസ്റ്റിംഗ് ആയി, പക്ഷേ അവരിതുവരെ പഞ്ചായത്തിൽ വന്ന് ചാർജ് എടുത്തിട്ടില്ല. അപ്പോൾ അത്തരത്തിലേക്ക് പഞ്ചായത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത്. കാരണം ഞങ്ങളോടൊപ്പം തന്നെയാണ് ക്ലാപ്പനയിലും നേരത്തെ ഓവർസിയർ മാറിപ്പോയത്. പക്ഷേ ക്ലാപ്പനയിൽ പോസ്റ്റിംഗ് ആയി, തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചായത്ത് ആലപ്പാട് പഞ്ചായത്തിൽ പോസ്റ്റിംഗ് ആയിട്ടില്ല. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലും കായലിനും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം, നേർവരമ്പ് പോലെയുള്ള CRS പോലെയുള്ള നിയമങ്ങൾ ഒരുപാടുള്ള ഒരു പഞ്ചായത്ത്. അവിടെ ഈ LSGD വിഭാഗത്തിൽ ആൾക്കാരില്ലാത്തത് മൂലം പല ആൾക്കാർക്കും പെർമിറ്റോ വീട് നിർമ്മാണോ ലൈഫിൻ്റെ വീട് അനുമതിക്ക് കൊടുത്തിട്ടും മാസങ്ങളോളം കെട്ടിക്കിടക്കുന്ന ആൾക്കാർ, ഇവരോടെല്ലാം മറുപടി പറയേണ്ടത് ഈ താഴെത്തട്ടി കിടക്കുന്ന ജനപ്രതിനിധികളായ ഞങ്ങളാണ്. കഴിഞ്ഞ 3 മാസക്കാലമായി പഞ്ചായത്തിൽ നിന്ന് ലൈവ് ഭവന പദ്ധതികൾക്ക് പോലും പെർമിറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ LSGD ഓഫീസിൽ ജീവനക്കാരായി ആരുമില്ലാത്ത സ്ഥിതിയാണ്. സർക്കാർ ഇതിന് തീരുമാനമെടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് U. ഉല്ലാസ്, വൈസ് പ്രസിഡന്റ് ഷൈമ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C. ബേബി എന്നിവർ പറഞ്ഞു. LSGD വിഭാഗത്തിൽ നിന്ന് എഞ്ചിനീയർ മാറിപ്പോയിട്ട് ഏതാണ്ട് ഒരു 6-7 മാസക്കാലം ആവുന്നുണ്ട്. ഇതിന് ശേഷം പോസ്റ്റിംഗ് വന്നുവെങ്കിലും നമ്മുടെ പഞ്ചായത്തുകൾ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇപ്പോൾ പകരം ആ വന്ന ആളും ഇപ്പോൾ മാറിപ്പോയിട്ട് പുതിയൊരാൾ വന്നു എന്ന് പറയുന്നു. ചാർജ് ഇതുവരെ വന്നു അവിടെ ഒന്നും ചാർജ് എടുത്തിട്ടില്ല. മുൻ സാമ്പത്തിക വർഷത്തിലടക്കം നമുക്ക് ഒരുപാട് പദ്ധതി പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു ഭരണസമിതിയുടെ കാലയളവ് എന്ന് പറഞ്ഞാൽ 2-3 മാസം മാത്രമാണുള്ളത്. ഈ AEയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പദ്ധതികളും ഈ 1-2 മാസങ്ങളിൽ എന്ന് പറയുമ്പം എല്ലാ വാർഡുകളിലും പോയി എസ്റ്റിമേറ്റുകൾ എടുക്കുക, വീടുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി അന്വേഷണങ്ങൾക്ക് പോകുക, ഇതെല്ലാം LSGD വിഭാഗം ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. അവിടെ ഉണ്ടാകുന്ന എല്ലാ പോസ്റ്റുകളും ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ മുഴുവനും നിന്നുപോയൊരു സാഹചര്യത്തിലാണ്. പൊതുജനങ്ങളോട് മറുപടി പറഞ്ഞ് ഞങ്ങൾ വളരെ മോശക്കാരായി പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുനലൂർ MLA റോഡിനോട് ചേർന്നുള്ള ഇട റോഡിൽ വെള്ളക്കെട്ട്. ചെമ്മന്തൂർ വെട്ടിപ്പുഴ റോഡാണ് ചെളിവെള്ളത്തിൽ മുങ്ങിയത്. MLA റോഡിലെ ശാസ്ത്രീയമല്ലാത്ത ഓട നിർമ്മാണവും അടഞ്ഞ ഓടകൾ തുറക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണം. MLA റോഡിൽ ശാസ്ത്രീയമല്ലാത്ത ഓട നിർമ്മാണവും അടഞ്ഞ ഓടകൾ തുറക്കാത്തതും കാരണമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. ഇത് യാത്രക്കാർക്ക് ഏറെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്.
പുനലൂർ ചെമ്മന്തൂരിൽ നിന്ന് വെട്ടിപ്പുഴയിലേക്കുള്ള റോഡിന്റെ പല ഭാഗങ്ങളും ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. കാൽനട യാത്രയും ദുഷ്കരമാണ്. MLA റോഡിൽ നിന്ന് പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് എത്താനുള്ള ഇടറോഡിലാണ് വെള്ളക്കെട്ട്. നിരവധി വീടുകളിലേക്കുള്ള പ്രധാന വഴിയാണിത്. ഓടകൾ ഉണ്ടായിരുന്നിട്ടും അവയെല്ലാം മണ്ണടിഞ്ഞ് അടഞ്ഞുകിടക്കുകയാണ്. ഓടകൾ ശുചീകരിക്കാത്തതാണ് നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമാകുന്നത്. ചെമ്മന്തൂർ സെന്റ് തോമസ് സ്കൂളിന് മുന്നിലും റോഡിന്റെ ഒരു ഭാഗത്ത് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രികർക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നഗരസഭ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. റോഡിന്റെ മറുഭാഗത്ത് വെട്ടിപ്പുഴ തോടുണ്ട്. മഴവെള്ളം തോട്ടിലേക്ക് ഒഴുകിപ്പോകും വിധം ഓടയുടെ നിർമ്മാണം നടത്തിയാൽ പ്രശ്നം പരിഹരിക്കാനാകും. നിലവിൽ മഴവെള്ളം കെട്ടിക്കിടന്ന ചെളിക്കെട്ടും മലിനജലവുമായി ഇവിടം മാറുന്നത് കൂടുതൽ ദുരിതങ്ങൾക്കാണ് കാരണമാകുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇസ്രായേലിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവാവ് പിടിയിൽ. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജിൻസിനെയാണ് കൊച്ചിയിൽ നിന്നും ചവറ പോലീസ് പിടികൂടിയത്. കൊല്ലം ജില്ലയിൽ 20-ലേറെ പേർ ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ടൂറിസ്റ്റ് വിസയിൽ ഇസ്രയേലിലെത്തിച്ച് ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ യുവാവാണ് പോലീസിന്റെ പിടിയിലായത്. തൃശൂർ വടക്കാഞ്ചേരി ചാലിപ്പാടം നരിപ്പാറയിൽ ഹൌസിൽ ജിൻസിനെയാണ് ചവറ പോലീസ് കൊച്ചിയിലെത്തി കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ മുന്തിയനം കാറിൽ സഞ്ചരിച്ച് ആഡംബര ഹോട്ടലുകളിൽ താമസിച്ചു വരികയായിരുന്നു. ചവറ പോലീസ് പിന്തുടർന്ന് രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ കൊച്ചി കടവന്ത്രയിലെ ഹോട്ടലിലെത്തിയായിരുന്നു ഇയാളെ പിടികൂടിയത്. ചവറ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകൾ നിരവധിയുണ്ട്. ജില്ലയിൽ 20-ലേറെ പേരാണ് തട്ടിപ്പിന് ഇരയായത്. 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ഇയാൾ വാങ്ങിയെന്ന് പരാതിക്കാർ പറയുന്നു. ചവറ മേലാമ്പള്ളി സ്വദേശി നൽകിയ പരാതിയിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. വടക്കന്തല സ്വദേശിയും തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഇവരിൽ നിന്നും 2023 ഏപ്രിൽ മുതൽ 2025 ഏപ്രിൽ 23 വരെ പലതവണയായി 4 ലക്ഷം രൂപ വീതം വാങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇസ്രായേൽ ജോലി ചെയ്യുന്ന സ്ത്രീ വഴിയാണ് ഇയാൾ ഇടപാടുകാരുമായി ബന്ധപ്പെട്ടത്. എന്നാൽ പണം ജിൻസിന്റെ അക്കൗണ്ടിലേക്കാണ് പലരും അയച്ചത്. സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നും ഇങ്ങനെ തട്ടിപ്പ് നടത്തിയതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ചവറ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SHO ഷാജഹാൻ, SI B ഓമനക്കുട്ടൻ, CPO ജയകൃഷ്ണൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വർണവും പണവും കവർന്ന ഹോം നഴ്സ് പിടിയിൽ. അഞ്ചൽ സ്വദേശി സബീനയാണ് അറസ്റ്റിലായത്. തേവലക്കരയിലെ വീട്ടിൽ ഹോം നഴ്സായി ജോലി ചെയ്തു വരുമ്പോഴാണ് പണവും സ്വർണവും അപഹരിച്ചത്. ഇസ്രയേലിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടി. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജിൻസ് ചവറ പോലീസിന്റെ പിടിയിൽ. കൊല്ലം ജില്ലയിൽ 20-ലേറെ പേർ തട്ടിപ്പിന് ഇരയായെന്ന് പോലീസ്. അഞ്ചൽ ഈട്ടിമൂട് ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായകൾ സമീപവാസികൾക്ക് ഭീഷണിയാകുന്നു. ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയില്ല. 30-ൽ-അധികം നായകളെയാണ് ഇവിടെ വളർത്തുന്നത്. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണം. കടകൾ ഭാഗികമായി പൊളിച്ചു നീക്കുന്നത് വൈകുന്നു. ജൂലൈ 5-ന് മുൻപ് കടകൾ സ്വന്തമായി പൊളിക്കാമെന്ന വ്യാപാരികളുടെ തീരുമാനം നടപ്പായില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.